നല്ല സിനിമയായിരുന്നു, കുഴപ്പമില്ല. ആ അതെ, ഒരു ഫാമിലി നല്ല പടം, ക്രൈം. എന്തോ എന്തോ എല്ലാവരും നന്നായിട്ടുണ്ട്. ആ ആ അതെ, കുഴപ്പമില്ല, നല്ലതാണ്. നല്ല സിനിമയായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. നല്ല ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു ഇമോഷണൽ ജേർണി ഉണ്ടായിരുന്നു. നല്ല ആർട്ടിസ്റ്റ് പെർഫോമൻസ്, ഡയറക്ഷനും അടിപൊളി. ഇല്ല, അടിപൊളിയാണ്. അടിപൊളിയാക്കിയല്ലേ, അടിപൊളിയാണ്. സൂപ്പർ ത്രില്ലർ ഫിലിം. ലാസ്റ്റ് ട്വിസ്റ്റ് ഒന്നും പറയാനില്ല. നവ്യ ആൻഡ് സൗബിൻ, അതുപോലെ തന്നെ ഹരിശ്രീ, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ മെച്ചുവേർഡായിട്ടുള്ള ആ ക്യാരക്ടേഴ്സിനെ എടുത്ത് ദേ ലിവ്ഡ് അപ് ടു ദ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫിലിം, നൈസ്. നല്ലായിരുന്നു. അതെ അതെ, കുറേ മാറി മാറി വരുന്ന ത്രില്ലറായിരുന്നു. അതെ അതെ, എല്ലാം ഭയങ്കര നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു അതിനകത്ത്. കുറേ നമ്മൾ സ്ഥിരം കാണാത്ത ടൈപ്പ് കോമ്പിനേഷൻസും അങ്ങനെയൊക്കെ. താങ്ക് യു. നല്ല പടം, നല്ല മൂവി. പാതിരാത്രി സസ്പെൻസ് ത്രില്ലറാണ്. നമ്മൾ സസ്പെൻസ് പടത്തിൻ്റെ ആൾക്കാരാണല്ലോ അല്ലേ. നമ്മുടെ കേസ് ഡയറി ആണല്ലോ ഇപ്പോൾ കഴിഞ്ഞപ്പം ആക്ഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ ആക്ഷൻ ഇല്ലായിരുന്നു, പക്ഷേ വേറൊരു വൈബായിരുന്നു പടം അല്ലേ. വേറൊരു മൂഡാണ്. കാരണം റത്തീന മേഡത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഒരു വേറെ വൈബാണ്, വേറൊരു മൂഡാണ്. അദ്ദേഹത്തിന് പുഴു സിനിമ കഴിഞ്ഞിട്ട് മമ്മൂക്കനെ വെച്ച് കഴിഞ്ഞിട്ട് സൗബിൻ സാഗർ, നവ്യ നായർ, അവർ വേറൊരു വൈബിലേക്ക് പോയി. എല്ലാവരും ചിത്രം തിയേറ്ററിൽ വന്ന് കാണണം. നമ്മുടെ ബെൻസി പ്രൊഡക്ഷൻ്റെ പടമല്ലേ, എല്ലാവരും കാണുക. ഓക്കെ. ഏത് എല്ലാവരും നന്നായി. പ്രകടനത്തെ പറ്റി പറയാം, എല്ലാവരും നല്ല ആക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഡയറക്ടറുടെ കയ്യിലല്ലേ എല്ലാം. നന്നായിട്ടുണ്ട്, എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകൾ, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പാതിരാത്രി. ഓക്കെ. നല്ല പടം. നന്നായിരുന്നു. ത്രില്ലിങ്ങിനെക്കാളും എല്ലാം ഉണ്ട്, എല്ലാ എലമെൻസും ഉണ്ട് അതിനകത്ത്. ഇമോഷൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, അതുപോലെ ത്രില്ലിങ് എലമെൻസ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. എല്ലാം ഭംഗിയായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമയാണ്. നല്ല മൂവി, ഒരു ചെറിയ സ്റ്റോറി വെച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഡയറക്ഷനും അതേപോലെ നവ്യ നായരുടെ പോലീസ് വേഷമൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളി. സൗബിനും ത്രില്ലിംഗ് ആണ്, പക്ഷേ അതിലുപരി ഒരു ഫാമിലി മൂവിയാണ്. ഒരു എടുത്തു പറയേണ്ട ഒരു ഫാമിലി മൂവിയാണ്. കാരണം ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെയും ഫാമിലീൻ്റെ അടക്കം എടുത്ത് കാണിക്കുന്ന ഒരു എടുത്തു പറയുന്ന ഒരു മൂവി. ഇപ്പോൾ പോലീസാണ്. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് അടിപൊളിയാണ്. അത് നമുക്ക് പുറത്തു വിടാൻ പറ്റാത്തതുകൊണ്ട് അത് ഒന്നും പറയുന്നില്ല, കാരണം അത്രയും നല്ല ട്വിസ്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അവസാനം ഈ പടത്തിൽ കിട്ടി. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്, അടിപൊളി, നല്ല മൂവി. നല്ല ത്രില്ലറാണ്.